ചാത്തു അടിയൻ നാരായണ പിള്ളേ കണ്ടോ? ഇവിടുന്ന് തെങ്ങ് കയറിയിട്ട് എല്ലിക്ക പുരയിടത്തിലേക്ക് പോയി. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. മുതലാളിക്ക് ഒന്നും വേണ്ട. നാരായണപിള്ള വന്ന് തേങ്ങ ഇടിച്ചിട്ട് പോയി. തങ്കപ്പനെവിടെ ഇല്ലേ? ആ തീപ്പെട്ടി ഒന്ന് തരാമോ? ഞാൻ നിന്നെ ദേവൂന്ന് വിളിച്ചോട്ടെ? വേണ്ട, മുതലാളി എന്നെ ദേവകീന്ന് വിളിച്ചാൽ മതി. ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കാം ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന്. എന്തിന്? നിന്നോടൊരു കാര്യം പറയാൻ. എന്ത് കാര്യമാണ്? ഓ, അതങ്ങനെ വെട്ടി തുറന്ന് പറയണോ? അപ്പോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ? അതല്ല മുതലാളി, ഇത് ജോലി ചെയ്യുന്ന കൈയാണ്. തഴുമ കണ്ടോ? പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നീ വലിയ അഭിമാനിയാണ്, എനിക്കറിയാം. അതെ, ഞാൻ അഭിമാനിയാണ്. ഇത്രയും കാലം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ കൊച്ചുകുടിലിൽ ഞാൻ ജീവിച്ചത്. നീ എന്തിനാണ് ഈ കുടിലിൽ ജീവിക്കുന്നത്? നിനക്ക് ഇവിടെ 10 സെന്റ് സ്ഥലം ഞാൻ എഴുതരാം, നല്ലൊരു വീടും വെച്ചുതരാം. എനിക്ക് ഈ ചെറ്റക്കുടില് മതി. ഇതൊരു തൊഴിലാളി കുടുംബമാണ്. ഞങ്ങൾ ഞങ്ങളുടെ അധ്വാനം മാത്രമേ മുതലാളിക്ക് വിൽക്കാറുള്ളൂ, മാനം വിൽക്കാറില്ല. നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ടടി? നീ ചോദിക്കും, ഞാൻ തരാം. പൊന്നും പണവും കാണിച്ചാൽ വീഴുന്നത് നിങ്ങളുടെ മാളികയിലെ പെണ്ണുങ്ങളാ. ഞങ്ങളെ തൊഴിലാളികള് ജോലി ചെയ്ത് കൂലി വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കുന്നവരാ. വിശന്നാ മുണ്ടു മുറുക്കി കൊടുക്കും, പട്ടിണി കിടന്ന് മരിക്കും. എന്നാലും ഞാൻ എന്നെ വിൽക്കില്ല. അപ്പോഴേ മുതലാളി ഒന്ന് പുറത്തു പോ, വാതിലടയ്ക്കട്ടെ. ഞാൻ അകത്തുള്ളപ്പോ വാതിലടയ്ക്കുന്നതല്ലേ നല്ലത്. തേണ്ടി, താൻ പറയാവുന്നതിൽ കൂടുതൽ പറഞ്ഞു. ഇവിടെ ആ തൊഴിലിന് മാത്രം ഇരിക്കുന്ന പെണ്ണുങ്ങൾ വേറെയുണ്ട്. അങ്ങോട്ട് ചെല്ല്, എന്നെ കിട്ടില്ല. എടോ മുതലാളി, എന്റെ മാനം രക്ഷിക്കാൻ എനിക്കറിയാം. ഇവിടെ മീൻ മുറിക്കുന്ന പിച്ചാത്തിയുണ്ട്, ഞാനത് എടുക്കണോ? പോടാ മര്യാദയ്ക്ക്. പോട്ട് എടോ പിള്ളേ, അവളെന്നെ പിടിച്ച് പുറത്തു കളന്ന് ആരെങ്കിലും കണ്ടോ? അയ്യോ ഇല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കുറെ നേരമായിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ കണ്ടപ്പോ എന്താ മുഴ നടന്നേ. ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം.
ആരാ ചേച്ചി ഇവിടെ വന്നത്? എന്താ ചേച്ചി, എന്തു പറ്റി? ചേച്ചി എന്താ മിണ്ടാത്തത്? ആരാ ഇവിടെ വന്നത്? പറയൂ ചേച്ചി, ആരാ ഇവിടെ വന്നത്? മുതലാളി, അയാളിവിടെ വന്നു. അയാൾക്ക് എന്നെ വേണം. എന്റെ കൈക്ക് കയറി പിടിച്ചു. ചേച്ചി, ഞാൻ വന്നിട്ട് എനിക്ക് അരിയിട്ടാ മതി. നീ എങ്ങോട്ട് പോന്നു? എന്റെ ചേച്ചിയെ പിടിച്ചവന്റെ കൈ വെട്ടിയെടുക്കാൻ. നീ പോരുതേ, അങ്ങോട്ട് പോരുതേ. ഞാൻ പോകും. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ ഞാൻ പോകുന്നു ചേച്ചി. അയ്യോ തങ്കപ്പാ, നീ പോരുതേ. അയാൾ മുതലാളിയാണ്. അയാൾക്ക് ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് ഞാൻ മാത്രം മതി. ചേച്ചി അങ്ങോട്ട് മാറി. ഇല്ല, ഞാൻ മാറില്ല. നീ പോരുതേ. വിടു ചേച്ചി. ഇല്ല, വിടാനാ പറഞ്ഞത്. തങ്കപ്പാ, തങ്കപ്പാ. നീ എന്റെ വീട്ടിൽ വന്നു അല്ലേ? എന്റെ ചേച്ചിയെ അതിന് പകരം ചോദിക്കാൻ നിന്നെ കൊല്ലാനാണ് ഞാൻ പറഞ്ഞത്. മുതലാളി, മുതലാളി എന്ത് പറ്റി? പോലീസ് സ്റ്റേഷനിലേക്ക്. മുതലാളിയുടെ വീട്ടിലേക്ക് കയറി ചെന്നത്. ചേട്ടാ, യുവന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാ നമ്മളെന്ത് ചെയ്യും? മുതലാളി എന്തിനാ കാണുന്ന പെണ്ണുങ്ങളുടെ കയ്യെ കയറി പിടിക്കാൻ പോകുന്നത്? അതിന് നമുക്കെന്താ, പിടിക്കേണ്ടവരേ പിടിക്കൂ. നിന്നോട് അധികം നല്ല രീതിയിലല്ലേ പെരുമാറുന്നത്? അയ്യോ, അദ്ദേഹം എന്നെ പെങ്ങളെ പോലെയാണ് കരുതിയിരിക്കുന്നത്. നിങ്ങൾ കോട്ടയത്ത് പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് എന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട്. ഇതേവരെ വേണ്ടാത്തൊരു നോട്ടം പോലും എന്നെ നോക്കിയിട്ടില്ല. നമ്മളോട് അദ്ദേഹം നല്ല രീതിയില്ല, നമുക്കത് മതി. എനിക്ക് അദ്ദേഹം ദൈവത്തെ പോലെയാ. ആ തങ്കപ്പൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പാമ്പിനെ അവൻ നോവിച്ചത്. ഇനി എന്തൊക്കെ സംഭവിക്കോ ആവോ.